ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി കട വിൽക്കാനുള്ള കാരണം നമ്മുടെ കടയുടെ മുതലാളിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മക്കളെല്ലാം അമേരിക്കയിലാണ്, അവർ കുറേ നാളായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വന്തം നാട് വിട്ടുപോകാനുള്ള ഒരു മടി കാരണമാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. പക്ഷേ ഇപ്പോൾ പ്രായമായി വരുമല്ലേ, എനിക്കെൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെയൊക്കെ കുറച്ച് നാൾ ചിലവഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ കട കൊടുക്കാനുണ്ടെന്ന് ഞാൻ 2-3 പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞിട്ടാണ് ആ ഗുണ്ടകൾ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പൊക്കിയെടുത്തൊരു കടയാണിത്. അപ്പോൾ ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും നല്ല മുന്നേറണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞാലോ കൂടിയാലോ ഒന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ഈ കട നല്ലോണം അവർ നോക്കിക്കൊണ്ട് പോകണം, അങ്ങനെയുള്ളവർക്കേ ഞാൻ കൊടുക്കൂ എന്ന് പറയുവാണ് നമ്മുടെ ഈ മുതലാളി. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ആലോചിക്കും, എൻ്റെ ചേട്ടൻ സുധി, അവന് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ, അവനോട് ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ. ആദ്യം ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞ് സച്ചി അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി പോകുവാണേ. എന്നിട്ട് സച്ചി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സാർ ഈ കട എത്ര രൂപയ്ക്കാണ് സാറ് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയും, എന്താടോ തനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ സച്ചി പറയും, അയ്യോ എനിക്ക് വേണ്ടിയിട്ടല്ല സാറേ, എൻ്റെ ചേട്ടൻ ഒരാളുണ്ട്, ABCDയിലുള്ള എല്ലാ പഠിപ്പും പഠിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ബുദ്ധിയുള്ളവനാണ്, ഒരുപാട് പഠിപ്പും ഡിഗ്രിയൊക്കെ ഉള്ളവനാണ്. അവനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറച്ച് നാളായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ ഈ കട കണ്ടപ്പോൾ വില കുറച്ച് അധികമാണെന്ന് തോന്നുന്നു, എത്ര രൂപയ്ക്കാണ് സാർ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ ആരാണെന്ന് പോലും അറിയാതെ നീ എന്നൊരു വലിയൊരു ആപത്തിൽ നിന്നുമാണ് രക്ഷിച്ചത്, നിനക്ക് ഞാൻ ഏറ്റവും കുറഞ്ഞ വിലക്ക് തന്നെ ഈ കട തരും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അല്ല ഈ സാധനങ്ങളൊക്കെ അതിനെപ്പറ്റിയൊന്നും നീ പേടിക്കണ്ട, ഇതൊക്കെ എല്ലാം ലോണിൽ മേടിച്ചത്, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മുതലാളി പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, എന്നാൽ ഞാനിത് വീട്ടിൽ പോയിട്ടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഓടി പോകുവാണേ വീട്ടിലോട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീടാണ്. ചന്ദ്ര എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നലത്തെ ഹാങ് ഓവർ നമ്മുടെ സുധിക്കും നമ്മുടെ ശ്രീകാന്തിനും എല്ലാവർക്കും ഉണ്ട്. ചന്ദ്ര ഇങ്ങനെ ഒച്ചെടുത്ത് വിളിക്കുന്നത് കാണുമ്പോഴേക്കും സുധി പറയും, എന്താ അമ്മ ഇങ്ങനെ ഒച്ചെടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന് തലവേദന എടുത്തിട്ടും പാടില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അതെന്താടെ തലവേദന, ഇതെപ്പോൾ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഇന്നലെ രാത്രി മോളിൽ ടെറസിൽ. അപ്പോഴേക്കും സുധി മാറ്റുവേ, കാരണം ഇവരാരും അറിയാതെയാണല്ലോ രണ്ടുപേരും കൂടി മോളിൽ പോയി മദ്യപിച്ചത്. അപ്പോൾ തന്നെ സുധി ടോപ്പിക്ക് മാറ്റിക്കളയും. ഇന്നലെ ഞങ്ങൾ 3 പേരും മുകളിലിരുന്ന് ബിസിനസ്സിനെ പറ്റി ആലോചിക്കുമായിരുന്നു. അങ്ങനെ ആലോചിച്ചാണ് എനിക്ക് തലവേദന വന്നതെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഇവിടെ ശ്രീകാന്തിനും ഭയങ്കര തലവേദനയാണ് അച്ഛാ. അപ്പോൾ രവീന്ദ്രൻ പറയും, നിനക്കും തലവേദനയോ, നീയും ബിസിനസ്സിനെ പറ്റി ആലോചിക്കുമായിരുന്നു? അച്ഛാ അതിനെപ്പറ്റി സംസാരിച്ചാണ് എനിക്കും തലവേദന എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, അത് ശരി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചോടാ, നീ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത്? അപ്പോൾ സുധി പറയും, ഇല്ല അച്ഛാ, അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ തലവേദന മാത്രം വന്നു എന്ന് പറയുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നമുക്ക് ആ പൈസ കൊണ്ടൊരു 2 വീട് വെച്ച് വാടകയ്ക്ക് കൊടുത്താലോ? അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, ആകെ ഇരിക്കുന്നത് ഇനിയൊരു 40 ലക്ഷം, അതിനെങ്ങനെയാണ് ചന്ദ്ര 2 വീടൊക്കെ കെട്ടാൻ പോകുന്നത്? ആ പൈസ മുതലാവുന്ന വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമെന്ന് രവീന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വീട്ടിലോട്ട് ഭയങ്കര സന്തോഷത്തിൽ കയറി വരുന്നത്. അച്ഛാ എന്ന് വിളിച്ച് സച്ചി ഓടി വരുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താടാ സച്ചി, ഇന്ന് നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ കുറേ നാളായാലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നു, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അച്ഛാ എന്ന് പറയുമ്പോൾ ചന്ദ്ര കളിയാക്കുവേ, പിന്നെ ഇവൻ വലിയ ബുദ്ധിശാലി ബിസിനസ്മാൻ ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്നു, അതിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട, സുധിയും നല്ല പഠിപ്പുള്ളവരാ, അവരെന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് ബിസിനസ്സൊക്കെ ചെയ്തോളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇത്രയും ദിവസം അവർക്ക് ഒരു ഐഡിയയും വന്നില്ലല്ലോ, ഇങ്ങനെ ആലോചന മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛാ ഞാൻ പറയുന്നത് കേൾക്ക്, എൻ്റെ വണ്ടിയിൽ ഇന്നൊരാൾ ട്രിപ്പിന് കയറി, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കട വിൽക്കുവാൻ പോകുവാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും കളിയാക്കുകയും, കേട്ടല്ലോ, വല്ല പൂക്കടയായിരിക്കും, പൂക്കടക്കാണോ ഇവൻ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, പൂക്കട എന്താ മോശമാണോ? പൂ ബിസിനസ് ചെയ്ത് വലിയ നിലയിലെത്തിയവർ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇത് അതല്ല അച്ഛാ എന്ന് പറയുവാണ് നമ്മുടെ സച്ചി. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് കടയാ സച്ചി ഏട്ടാ, ഏത് കടയെ പറ്റിയാണ് സച്ചി ഏട്ടൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അച്ഛാ ഇങ്ങനെ TV ഫ്രിഡ്ജ് അങ്ങനത്തെ ഇതൊക്കെ വിൽക്കത്തില്ലേ അച്ഛാ, ആ കട, അങ്ങനത്തെ ഒരു കടയാണ് അദ്ദേഹം വിൽക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയും, ഹോം അപ്ലയൻസിൻ്റെ ആണോ? അപ്പോൾ സച്ചി പറയും, ആടാ അത് തന്നെ.
ഫുൾ എ സിയുള്ള കടയാണെച്ചാ ഇരുന്ന ഇടത്തിലിരുന്ന് മുതലാളിയായിട്ട് അവന് ജോലി ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ സുധിയുടെ മനസ്സിലിങ്ങനെ ലഡ്ഡു പൊട്ടുവേ. സുധി അങ്ങനത്തെ ഒരു ജോലി തന്നെയാണല്ലോ ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു കടയൊക്കെ തുടങ്ങാൻ ഒരുപാട് പൈസ ചിലവാകുമെന്ന് പറയുമ്പോൾ സച്ചി പറയും, പൈസയൊന്നും ചിലവാക്കണ്ട, ഇപ്പോൾ അത് നടത്തുന്ന ആൾ ഡീലർഷിപ്പിലാണ് ആ കട നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പൈസക്ക് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, എന്ത് ഫ്രാഞ്ചൈസി പോലെയാണോ? അപ്പോൾ സച്ചി പറയും, ആ അതുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട്, ഇത് നല്ല ഐഡിയ ആണല്ലോ, സമ്മർ സീസണല്ലേ വരുന്നത്, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ മേടിക്കാൻ ആളുകൾ ഒരുപാട് ഒരുപാട് വരും, നല്ലൊരു ഐഡിയ ആണ് സച്ചി ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാലും പൈസ ചിലവുണ്ടാവില്ലേ? അപ്പോൾ സച്ചി പറയും, ഇവൻ്റെ അമ്മായപ്പൻ ഇനിയും പൈസ അയച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ വേണമെങ്കിൽ ബാക്കി കാശ് നമുക്ക് ലോണൊക്കെ അടക്കാമല്ലോ, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട അച്ഛാ. ഈ കട വേറെ കുറേ ഗുണ്ടകൾ വളരെ കുറഞ്ഞ പൈസക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കി, ഞാൻ അവരെ അടിച്ചോടിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര കാര്യമായി, എനിക്ക് വേണ്ടി പൈസ കുറച്ചൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു കണ്ടീഷൻ, മുന്നേറണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് മാത്രമേ ആ കട കൊടുക്കുകയുള്ളൂ, കാരണം അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കടയാണെന്ന് അദ്ദേഹം ഒരു പ്രത്യേക നിബന്ധന പറഞ്ഞിട്ടുണ്ടെന്ന് സച്ചി പറയുവാണേ. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സുധി എന്താടാ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ സുധിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു എക്സ്പ്രഷനാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയും, അതൊന്നും വേണ്ട. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അതൊന്നും വേണ്ടാത്തത്? ഇവൻ കൊണ്ടുവന്ന ജോലിയല്ലേ, എന്തെങ്കിലും കുഴപ്പമോ അതിൻ്റെ പിറകയിൽ വരും. സുധിയെടുക്ക് കാശ് കിട്ടിയപ്പോൾ തന്നെ 100 ചോദ്യം ചോദിച്ചവന്, സുധി നന്നാവുന്നതൊന്നും ഇവനെ പിടിക്കത്തില്ല, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. സച്ചിയേട്ടൻ അങ്ങനെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല, അദ്ദേഹത്തിന് അറിഞ്ഞൊരു വിഷയം അദ്ദേഹം വന്ന് പറഞ്ഞു, അതിന് അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, സുധിയെ ഏത് നേരം കിട്ടിയ അവസരത്തിലൊക്കെ ഇവൻ എപ്പോഴും കളിയാക്കല പതിവ്, ഇവനൊരിക്കലും സുധിക്ക് നല്ലതൊന്നും ചെയ്യില്ല എന്നാണ് ചന്ദ്രയുടെ അഭിപ്രായം. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കെന്തോ സച്ചി പറഞ്ഞതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വിടച്ച, എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു, ഇനിയെല്ലാം അവരുടെ തീരുമാനമാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട്, എടാ നല്ലൊരു ഐഡിയ ആടെ ഇത്, നല്ല കടയുടെ കാര്യമല്ലേ സച്ചിയേട്ടൻ പറഞ്ഞത്, ഞങ്ങൾക്കിത് നല്ലതായിട്ടാണ് തോന്നുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ഇവൻ പറയുന്നത് കേട്ട് നിങ്ങളൊരു കടയും മേടിക്കാൻ പോവല്ലേ, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, മേടിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയോട് പറയും, ശ്രുതി എന്ത് ചെയ്യണം ശ്രുതി, നമുക്ക് മേടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, നിക്ക് ശ്രുതി, നമുക്ക് ആദ്യം പോയി കട ഒന്ന് കണ്ടിട്ടൊക്കെ വരാം എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതി സച്ചി അടുക്കളയിലോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടും പോവുകയാണ്. രേവതി എന്നിട്ട് സച്ചിയോട് ചൂടാവുകയാണേ, സച്ചിയേട്ടൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യമോ, അതെന്ത് കാര്യം, അതാ അവരെന്ത് ബിസിനസ് തുടങ്ങണമെന്ന് അവർ തീരുമാനിച്ചോളും, സച്ചിയേട്ടൻ എന്തിനാ അതിനൊക്കെ ഇടപെടുന്നത്, സുധി എൻ്റെ ചേട്ടനല്ലേ, അവനൊരു ബിസിനസ് തുടങ്ങാൻ എൻ്റെ മുമ്പിലൊരു ഇത് വന്നപ്പോഴേക്കും ഞാനത് അവനോട് പറഞ്ഞു, പിന്നെ ഞാൻ പറയണ്ടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിന്, സച്ചിയേട്ടൻ എന്ത് കൊണ്ടുവന്നാലും ഇവിടെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും, ഇപ്പോൾ തന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, സച്ചിയേട്ടൻ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും പുറകിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, എന്തൊക്കെയായാലും സുധി എൻ്റെ ചേട്ടനാ, അവൻ ഒരുപാട് പഠിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല രേവതി, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ, ഞാനല്ലേ അത് നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അത് മാത്രമാണോ കാര്യം, എന്താ പെട്ടെന്ന് ചേട്ടനോട് ഇത്ര സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അത് മാത്രമല്ല, അവൻ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് മുന്നേറിയാൽ ഈ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും, പിന്നെ അച്ഛന് കൊടുക്കാനുള്ള കാശ് അവൻ മുതലും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കുമല്ലോ, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ, ഇങ്ങനെ വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്നതിനും നല്ലതല്ലേ അവൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത്, എൻ്റെ കണ്ണിൽ ഇത് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ, എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ബാക്കിയുള്ളവർ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട, എനിക്ക് ശരിയുള്ള കാര്യം ഞാൻ എന്തായാലും ചെയ്യുമെന്ന് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി ആ കട കാണാൻ വേണ്ടി പോകുവാണ് കാറിൽ, വീട്ടിലെ എല്ലാവരും ഉണ്ട് കട കാണാൻ വേണ്ടി പോകാൻ. എന്നിട്ട് കടയുടെ മുമ്പിലെത്തുമ്പോഴേക്കും കാർ നിർത്തുന്നുണ്ട്, കട കാണുന്നതും നമ്മുടെ ചന്ദ്രയുടെ കണ്ണൊക്കെ അങ്ങോട്ട് തള്ളിപ്പോകുവാണേ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ദേ ഇതാണ് കട, സുധി നല്ലോണം കണ്ടോ, ഇതാണ് ഫുൾ AC ഇട്ട നീ മുതലാളിയാവാൻ പോകുന്ന കട എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ചന്ദ്രയുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, കണ്ടോ സച്ചി, നീയല്ലേ പറഞ്ഞ സച്ചി കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടാവുമെന്ന്, കണ്ടില്ലേ എത്ര നല്ല കടയാ സച്ചി അവനെ നോക്കി വെച്ചിരുതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാം, ഓ പറച്ചിട്ട് കേട്ടാത്തോന്നും ഇവൻ മേടിച്ചു കൊടുക്കുന്ന കടയാണെന്ന്, വാ നമുക്ക് കയറി കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അകത്ത് കയറുവാണേ. കട കണ്ട് എല്ലാവരും
കണ്ണ് തള്ളിയിരിക്കുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടോ? അപ്പോൾ സച്ചി പറയും, ആ എല്ലാം കിട്ടും. ഇവൻ ഈ കട മേടിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവനോട് തന്നെ നമുക്ക് ചോദിച്ച് മേടിക്കാം എന്നൊക്കെ പറയുവാണ് സച്ചി. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നല്ല കടയാ ചേട്ടാ, റോഡ് സൈഡിൽ മെയിൻ റോഡിൽ തന്നെയുള്ള കടയല്ലേ, നല്ലതാന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത്. ചന്ദ്രക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും കടയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ മുതലാളി വരുന്നുണ്ട്, കടയുടെ ഓണർ. എന്നിട്ട് സച്ചിനോട് പറയും, സച്ചി നീ അപ്പോഴേക്കും എല്ലാവരെയും വിളിച്ച് വന്നു? ആ സാർ, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുവാണേ. അപ്പോൾ പറയുന്നുണ്ട്, എന്നിട്ട് ആരെ കട മേടിക്കാൻ പോകുന്ന ആളാരാന്ന് ചോദിക്കുമ്പോഴേക്കും സുധിയെ വിളിക്കും. സുധി വാടാ, ദേ ഇതാണ് എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് സുധി അപ്പോൾ കൈയൊക്കെ കൊടുത്തിട്ട് സുധിയുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളും കടേനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, എടാ ആദ്യം നീ കടയൊക്കെ കാണും, ഇഷ്ടപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പോഴേക്കും മുതലാളി പറയുന്നുണ്ട്, ആ നിങ്ങൾ കടയൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ വിടുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ വർഷം ഇങ്ങനെ അവിടെയുള്ള ടി വി ഒക്കെ കണ്ടിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇതുപോലുള്ളൊരു ടി വി നമുക്ക് മേടിച്ച മുറിയിൽ വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അവിടെ ഒരു ടി വി ഉണ്ടല്ലോ, ആ ടി വിയിൽ എപ്പോഴും ഒന്നെങ്കിൽ അച്ഛൻ വാർത്ത കാണും അല്ലെങ്കിൽ അമ്മ സീരിയൽ കാണും, നമുക്കായിട്ട് കാണാൻ ഒരു ടി വി മേടിച്ച് മുറിയിൽ വെക്കാം. ചേട്ടനെ ശ്രീകാന്തിൻ്റെ ചേട്ടൻ മേടിച്ചാൽ നമുക്ക് കുറഞ്ഞ പൈസയൊക്കെ കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, ആര് സുധി ഏട്ടനോ? സുധി അവൻ ഇത് മേടിക്കുവാണെങ്കിൽ എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ ഈ ടി വി തരുള്ളൂ എന്ന് പറയുവാണേ ശ്രീകാന്ത്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി അവിടത്തുള്ള ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുവാണേ, ഒരു വലിയ ഫ്രിഡ്ജ്. രേവതി അത് കണ്ട് ഞെട്ടിയിരിക്കുവാണ്. സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇതുപോലൊരു ഫ്രിഡ്ജ് നമുക്ക് മേടിച്ചാലോ, ഇഷ്ടംപോലെ പൂ ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ സച്ചി പറയും, നീ ആ ഫ്രിഡ്ജിൻ്റെ വില കണ്ടോ? അപ്പോൾ നോക്കുമ്പോഴേക്കും 3 ലക്ഷം രൂപ കേട്ടോ. അപ്പോൾ രേവതി പറയും, അയ്യോ ഇത്ര ലക്ഷം രൂപ കൊടുത്തൊക്കെ ആളുകൾ ഫ്രിഡ്ജ് മേടിക്കും? പൈസ ഉള്ളവർ, പൈസ ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, അവർക്കൊക്കെ വേണ്ടിയുള്ള ഫ്രിഡ്ജാണിത് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. രേവതി ഏതായാലും ആ വില കേട്ട് അങ്ങോട്ട് ഞെട്ടി നിൽക്കുവാണേ. പിന്നെ രവീന്ദ്രനും ഓണറും കൂടി നല്ല വർത്താനമാണ്. റിട്ടയറായ ആളാണ് രവീന്ദ്രൻ. ആ വിശേഷങ്ങളൊക്കെ രവീന്ദ്രനും പറയുന്നുണ്ട്. ഓണറാണെങ്കിൽ മക്കളുടെ കൂടെ പ്രായമായപ്പോൾ ചിലവഴിക്കാൻ തോന്നുന്നു, അതുകൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ കട ആർക്കെങ്കിലും നല്ല മുന്നേറാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് കൊടുത്തു പോകണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടയാണ്, വിൽക്കാൻ മനസ്സില്ല, എന്നാലും വിൽക്കാതെ പറ്റില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുവാണ്. പിന്നെ സുധി നോക്കുമ്പോഴേക്കും അവിടെ മുതലാളി ഇരിക്കുന്നൊരു കറങ്ങുന്ന കസേര കാണുകയെ സുധിയുടെ കണ്ണ് അതിലോട്ടാണ് പോകുന്നത്. സുധി എളുപ്പം അതിൽ കയറി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ കറങ്ങി കളിക്കും. അവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് സുധി. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ സുധിമോൻ്റെ മുഖത്ത് സന്തോഷം നോക്കി, ഇവനെ ഇങ്ങനെ കാണാൻ ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ചെന്ന് ചന്ദ്ര പറയുവാണേ. ഏതായാലും ചന്ദ്രയെ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ശ്രീകാന്ത് സച്ചിനോട് വന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവിടെ നോക്കിക്കേ സുധി എന്താ കാണിക്കുന്നതെന്ന് നോക്കുമ്പോഴേക്കും സച്ചി പറയും, ഇവനോട് ഈ കട എല്ലാം ചുറ്റി കാണാൻ പറഞ്ഞിട്ട് അവൻ അവിടെ കയറി ഇരിക്കുവാണോ, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര രവീന്ദ്രനോട് പറയും, കണ്ടോ നമ്മുടെ മകൻ്റെ മുഖത്തെ സന്തോഷം, ഈ സന്തോഷത്തിന് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് പറയുമ്പോഴേക്കും അവൻ ആ കസേരയിലിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയും, ആ കസേര വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം വീട്ടിൽ മേടിച്ചിടാം, 2000 രൂപയുള്ളൂ അതിന്. ആ കസേരയിലിരിക്കാനാണോ ഇങ്ങോട്ടേക്ക് അവനെ വിളിച്ചോണ്ടും വന്നത്? കട കാണാൻ പറഞ്ഞ് കറങ്ങി കാണാൻ പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്ന കണ്ടില്ലേ? എടാ ശ്രുതി ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് സച്ചി ഒച്ചത്തി വിളിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരുവേ. ശ്രുതി പറയുന്നുണ്ട്, സച്ചി സുധി ഇനി ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സിൻ്റെ ഓണറാണ്, മുതലാളിയാണ്. പുറത്തൊക്കെ പോകുമ്പോഴേക്കും സുധിയെ എടാ പോടാന്നൊന്നും വിളിക്കാൻ നിൽക്കരുത്, അല്പം മര്യാദയൊക്കെ ആവാമെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി ശ്രുതിയോട് ചീത്ത പറയുന്നുണ്ട്, ശ്രുതി സച്ചിയേട്ടനാണ് സുധിക്ക് വേണ്ടി ഈ കട നോക്കിക്കൊണ്ട് വന്നത്, സച്ചിയേട്ടനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് രേവതിയും പറയുവാണ് ശ്രുതിയോട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നമ്മൾ വീട്ടിലല്ല പുറത്തൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ കിടന്ന് തല്ല് പിടിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓണർ വന്ന് സുധീനോട് ചോദിക്കും, എന്താ സുധി കടയൊക്കെ ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയും, ആ ഇഷ്ടമായി സാർ എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കെന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ എന്ന് പറയുമ്പോഴേക്കും സുധി പറയും, ആ അതിനെന്താ വാ എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും സച്ചി നമ്മുടെ ഓണറിനോട് പറയും, സാർ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കെന്നാൽ സംസാരിക്കാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും, സച്ചി ഇതിലൊന്നും ഇടപെടണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സച്ചിനെ പുറകോട്ട് തള്ളുവാണ് ശ്രുതി. പാവം കേട്ടോ, സച്ചിയുടെ മുഖമൊക്കെ മാറും. രേവതിക്കും അത് ഭയങ്കര ഇൻസൾട്ടാവും. രണ്ടുപേരും എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ശ്രുതിയും കൂടി പിന്നെ അയാളുടെ അടുത്തിരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. ഇത്രേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും